യെശയ്യാ 53:12 ഐസയ്യ 53:12 യെശയ്യാ 53:12 വാക്യങ്ങളേ ഉള്ളൂ. 53 അവസാനം ആകുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ഏതോ ഒരു പരിപൂർണത, അതായത് പൂർത്തീകരിച്ച ഒരു ലെവലിലോട്ട് കയറി വരികയാണ്. അതുകൊണ്ട് 53:12 അങ്ങനെ തന്നെ വായിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടി ഓഹരി കൊടുത്തു, ബലവാന്മാരോടുകൂടി അവൻ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോട് എണ്ണപ്പെടുകയും ചെയ്യാൽ തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം ലഭിക്കുന്നുവെന്ന് പഠിച്ചു. എന്നാൽ ഇവിടെ പറയും നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ഇടനിന്നു. ഒരാൾ ഈ ഇടനിൽക്കാൻ ഷുവർട്ടിയായിട്ട് നിൽക്കുക എന്ന് പറയും. ഇപ്പോൾ ഒരാൾക്ക് 10 ലക്ഷം രൂപ കടമുണ്ട്. 10 ലക്ഷം രൂപ കടമുണ്ട്. ഇങ്ങനെ വീട് ജപ്തിയാവും പ്രശ്നമാണെന്ന് പറയുമ്പോഴത്തേക്കും ഒരാൾ ഇറക്കുമെന്ന് വെച്ച് പറഞ്ഞാൽ സാരമില്ല, എനിക്ക് ബാങ്കിൽ അക്കൗണ്ടുണ്ട്, കുറച്ച് നാളത്തേക്ക് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് ഇട്ടുതരാം, നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പം തിരിച്ചു തന്നാൽ മതി. ദാറ്റ് മീൻസ് ഒരാൾ വേറൊരാൾ ഇടിവിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇടയ്ക്ക് നിൽക്കുകയാണ്. നമ്മൾ വിശ്വസ്തരാണെങ്കിൽ ആ കാശ് കൊടുക്കും, അല്ലെങ്കിൽ ആ കാശ് പോകും. പക്ഷെ ദൈവം നമ്മളിൽ നിന്നൊന്നും തിരിച്ച് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഷുവർട്ടി ആയിട്ട് നിന്നത്. അവൻ നമ്മുടെ സാക്ഷിയായിട്ട് നിൽക്കുകയാണ്, എന്തിനാ ജാമ്യം നിൽക്കുകയാണ്. എന്തിന്? എൻ്റെ നിങ്ങളുടെ ആകൃത്യത്തിന് വേണ്ടി. അപ്പോൾ നമുക്കൊരു വലിയ സന്തോഷം എന്താണെന്നോ, നമ്മുടെ ഭർത്താക്കന്മാർ കള്ളു കുടിക്കുന്നുണ്ട്, ഡ്രഗ്സ് വേണ്ടാത്ത സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, അല്ലെ ഭാര്യയ്ക്ക് പ്രശ്നം കാണും, അല്ലെങ്കിൽ മക്കളെ വഴിതെറ്റി നടക്കുന്നവരായിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ളപ്പം കർത്താവ് പറയാണ്, ഞാൻ എൻ്റെ മകനെ അതിനു വേണ്ടിയാണ് അകൃത്യയാഗമാക്കി മാറ്റിയത്. അത് മനസ്സിലാക്കിയ ജീവിതം വ്യത്യാസമാവും. അപ്പം നമുക്ക് പറയാം. ഇപ്പം എനിക്കറിയാവുന്ന ഒരു ഫ്രണ്ടുണ്ട്, അവരുടെ മക്കൾ വഴിതെറ്റിയാണ് നടക്കുന്നത്, നല്ല സൗകര്യമുള്ള ഭവനത്തിൽ. അപ്പോൾ അവർ സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ വഴിതെറ്റി നടക്കുമ്പോഴും അവർക്ക് ആപത്ത് വരാതെ നീ സൂക്ഷിക്കണമെന്ന്. അത് പ്രാർത്ഥിക്കുന്നത് കർത്താവ് അവരുടെ പാപത്തിന് വേണ്ടി, പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ, കഴിഞ്ഞത് ഇപ്പോഴുള്ളത് വരാൻ പോകുന്നതായ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശുമരണം ഏറ്റെടുത്ത അതിക്രമങ്ങളുടെ അകൃത്യയാഗമായിട്ട് യേശുക്രിസ്തു ക്രൂശയിൽ നിൽക്കുന്നത് അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണാതെ എങ്ങനെ അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും? അതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അവരുടെ വിശ്വാസത്തിൻ്റെ ആഴമാണ് ചിന്തിക്കുന്നത്. ഒരു കാരണവശാലും മക്കൾക്ക് നന്മ അർഹിക്കുന്നില്ല, കാരണം അവർ വഴിതെറ്റി നടക്കുകയാണ്. പക്ഷെ വലതുഭാഗത്തെ കള്ളനോട് കനിവ് തോന്നിയ ദൈവം ആ മനുഷ്യൻ്റെ മേലെ കർത്താവിൻ്റെ രക്തം തളിക്കുമ്പം പൂർണ്ണ സൗഖ്യം കൊടുത്ത് പൂർണ്ണ വിടുതൽ കൊടുത്ത ദൈവം, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കുന്നു പറഞ്ഞ് വാഗ്ദത്തം ചെയ്ത് വിശ്വസ്തയോടെ പാലിച്ച ദൈവം ഇന്ന് നമ്മളോട് പറയുകയാണ്, നിങ്ങളുടെയും നിൻ്റെ കുടുംബത്തിൻ്റെയും അകൃത്യയാഗമായിട്ട് അവൻ ഇടനിലക്കാരനായിട്ട് നിന്നെന്ന്. എന്ത് വേണം? തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളഞ്ഞു. ക്രൂശിൽ കാണണം, ആ ക്രൂശിൽ കിടക്കുന്നത് യേശുവാണ്. ആ ക്രൂശിന്മേൽ കാണാൻ നമുക്കൊരു പാട്ടില്ലേ, ക്രൂശിൽ കണ്ട് ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ, പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമേറിയ അവൻ്റെ ത്യാഗമാണ് അത്. നമ്മുടെ മക്കളെ ഒരാൾ തൊടുമ്പോൾ അറിയാം നമുക്കുണ്ടാകുന്ന വാശിയും വൈരാഗ്യവും. ഇത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് വേണ്ടി പിതാവാം ദൈവം പുത്രനെ ഇടയ്ക്ക് നിർത്തിയിരിക്കുകയാണ്, നമുക്ക് വേണ്ടി അടികൊള്ളാൻ, നമുക്ക് വേണ്ടി. ഈ കാലങ്ങളിൽ നമ്മൾ ദൈവത്തിനെതിരായിട്ട് ചെയ്യുമ്പം കർത്താവിനെ അടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഒരു പ്രാവശ്യം ക്രൂശിക്കപ്പെട്ടോ ഇല്ല, ഹീസ് ബീങ് ഹേർട്ട് എവറി മോമെൻറ്റ്. അത് സിമ്പിളായിട്ട് എന്നെ ദൈവം മനസ്സിലാക്കിച്ചത്. ഇപ്പം നമ്മുടെ മക്കൾ പിന്നെ സ്നേഹമായിട്ട് വീട്ടിലോട്ട് കയറി വന്നിച്ച് പോകാൻ നേരത്ത് വഴക്കുണ്ടാക്കി പോയെന്ന് വിചാരിക്കുക. അവർ പിന്നെ തിരിച്ച് ടെലിഫോൺ വിളിക്കുന്നിടം വരെ നമുക്ക് ആശ്വാസമില്ല. ഇവരെപ്പോഴാണ് വിളിക്കുന്നത്? പണിങ്ങിയാണോ പോയത്, പണിങ്ങിയാണോ പോയത്, ഇവർ തിരിച്ച് വിളിക്കുമോ? അത് തന്നെയല്ലേ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് എന്തുവാ? നമ്മൾ ദൈവത്തോട് തിരിച്ച് പിതാവാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, പുത്രൻ്റെ ആഗ്രഹം അതാണ്, പിതാവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ തിരിച്ച് ചെല്ലണം. പിതാവിൻ്റെ ആഗ്രഹം പുത്രൻ്റെ കൂട്ട് ഇവരും ജീവിക്കണം, എന്നേക്കും എൻ്റെ കൂടെ അവർ മരിക്കരുത്. അതൊരു ന്യായമായ പൈതൃകമായൊരു സ്നേഹമല്ലേ നമ്മൾ കടന്നു വരുന്നത്. എൻ്റെ മക്കൾ മരിക്കണം ഞാൻ എപ്പോഴെങ്കിലും ആഗ്രഹിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതാണ് സ്നേഹത്തിൻ്റെ. അവർക്ക് എന്തെങ്കിലും ആപത്ത്, അതിനെല്ലാം വേണ്ടി ഇടിവിൽ നിന്നെന്ന് വാക്യം എങ്ങനെയല്ലേ വരുന്നത്? അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയും, അനേകരുടെ പാപം വഹിച്ച്. അതിന് നമ്മൾ ഈ അനേകരുടെ പാപം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും ചിന്തിക്കും നമ്മുടേതെന്ന് പറയാം. എൻ്റെ പാപം വഹിച്ചു, എൻ്റെ മക്കളുടെ, എൻ്റെ കുടുംബത്തിൻ്റെ വഹിച്ച് അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നുകൊണ്ട്
അതിക്രമക്കാരോട് എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. അപ്പം നമ്മുടെ തലമുറയായിട്ടുള്ള ശാപങ്ങളെ അവൻ ഏറ്റെടുത്തത് കൊണ്ട് നമുക്ക് വിടുതൽ തരികയാണ്. അപ്പം ദൈവം നമ്മളെ അകൃത്യങ്ങൾ വഹിച്ചു, പാപം വഹിച്ചു. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ജോലി എന്തുവാ? അവൻ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. പുത്രൻ തമ്പുരാൻ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 4:34 പറയുന്നുണ്ട്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുക എന്നത്രേ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതാണ് എൻ്റെ ഭക്ഷണം. അതായത് ശമരിയക്കാരി സ്ത്രീ അടുക്ക പറയുന്നു, ഭക്ഷണം കഴിച്ചോ ഗുരു എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്ന അതല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് ആളുകളെ നിത്യമായ ജീവനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഭക്ഷണമെന്ന്. അതായിരിക്കണ്ടേ നമ്മുടെയും ഭക്ഷണം, അതായിരിക്കണ്ടേ നമ്മുടെയും ചിന്ത. ഈ എബ്രായ ലേഖനം 13:15 പറയുന്നത്, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലമെന്ന് സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കണം. എന്താണ്? ഇത്ര വലിയ പാപങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇനിക്വിറ്റീസും പാപവും ശാപവും ഏറ്റെടുത്ത ദൈവം ഈ പാപങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ്. അപ്പം നമ്മൾ പറയൂ, ഞാൻ അവർ ചെയ്യുന്നത്രയും പാപം ചെയ്തില്ലെന്ന്. പിതാവിൻ്റെ ഇഷ്ടപ്രകാരമല്ല ജീവിക്കുന്നെങ്കിൽ എവറി ഡേ വി ആർ സിന്നിങ് അഗൈൻസ്റ്റ് ഹിം, ബിക്കോസ് വി ആർ നോട്ട് ഹാവിങ് ദ കമ്മ്യൂണിയൻ വിത്ത് ദ ലിവിങ് ഗോഡ്. ദൈവവുമായിട്ടുള്ള ഉറ്റബന്ധമില്ല. ഇത് നമ്മൾ ചിന്തിക്കേണ്ടത്, പഴയ നിയമത്തിൽ കാണിച്ചത് യാക്കോബ് കിടക്കുന്നിടത്ത് ഒരു ഗോവേണി വെച്ചു കൊടുക്കുകയാണ്. അവിടെ ആ ഗോവേണി ഭൂമിയിൽ നിന്ന് യാക്കോബിൻ്റെ തല വെച്ചെടുത്ത് നിന്ന് സ്വർഗം വരെ എത്തുന്ന ഒരു ഗോവേണി എത്ര നിമിഷം കൊണ്ട്, അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ എവിടെ ഉണ്ടായിരുന്നായിരുന്നോ അതോ അന്നേരം വെച്ചാണോ? അവിടെ ദൈവദൂതന്മാർ കയറി ഇറങ്ങാണ്. കാരണം ഇതൊരു സന്തതിയാണ് ഈ കിടക്കുന്നത്. അത് ഏത് ലെവലിലാണേലും സത്യം പറഞ്ഞാൽ യാക്കോബ് ഉസർപ്പർ എന്ന് പറയുന്നത്, യാക്കോബ് ജ്യേഷ്ഠാവകാശം അപഹരിച്ചുകൊണ്ട് ജീവനെ പേടിച്ച് ഓടിപ്പോയിട്ട്, അപ്പം നല്ലവനായിട്ടൊന്നുമല്ല അവിടെ കിടക്കുന്നത്. അവിടെയും ദൈവത്തിൻ്റെ ഗോപേണി വെച്ച് കൊടുത്തു. അങ്ങനെയല്ലേ ദൈവം നമുക്കും നമ്മുടെ മക്കൾക്കും വേണ്ടി നമ്മുടെ ഭർത്താക്കും നമ്മുടെ ഏതൊരാവശ്യത്തിനും ഒരു ഗോപേണി വെച്ച് കൊടുക്കുക. ഇപ്പം കർത്താവ് ശരിയാണ്, സംഗതി നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒന്നും കറക്റ്റല്ല ഇപ്പം. പക്ഷെ വിശുദ്ധ രക്തം ഒഴിച്ച് കഴുകാൻ വയ്യാത്ത ഒരു പാപവും ശാപവും ഇല്ലല്ലോ. ഞാൻ ഇടിവിൽ നിൽക്കുകയാണ്, നീ ഞങ്ങൾക്ക് വേണ്ടി നിന്നല്ലോ, അതിനാൽ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് ഓടി വരുന്നു എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് 42-ാം യെശയ്യാ പറയുന്നത്, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്ന അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. ദൈവത്തിൻ്റെ ആത്മാവിനെയാണ് പിതാവാം ദൈവം പുത്രനിലിട്ടിരിക്കുന്ന അതേ ആത്മാവ് തന്നെയാണ് ദൈവം നമ്മളിൽ തന്നിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14 കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ നിങ്ങളെ ഒരു കാലത്തും അനാഥരായിട്ട് വിടുകയില്ല. ഞാൻ പോയാലോ നിങ്ങൾക്ക് കംഫർട്ടർ കൗൺസിൽ, അതായത് ഞാൻ നിങ്ങൾക്ക് കാര്യസ്ഥന്, നിങ്ങൾക്ക് കരുതുന്ന, നിങ്ങൾക്ക് വേണ്ടി സഹായിയായിട്ടൊരു പരിശുദ്ധാത്മാ, എൻ്റെ ആത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവിനത്തിന്. അതിൻ്റെ മർമ്മം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് വചനം പറഞ്ഞു, എൻ്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്, വ്യക്തമായിട്ടും വചനം. എന്നാൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ അല്ല, വേറൊരിടത്തോട്ട് പോയിരിക്കുകയാണ്, അവിടെയും പരിശുദ്ധാത്മാവുണ്ട്. മക്കളെ ദൂരെയാണ്, അവരെവിടെയൊക്കെയാണോ അവിടെയും പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ടാണ് കർത്താവിന് എനിക്ക് ദേഹത്തിലിരിക്കുമ്പോൾ എല്ലായിടത്തും ചെല്ലാനൊക്കത്തില്ല, പക്ഷെ ഞാൻ ആത്മാവിലിരിക്കുമ്പോൾ. ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണ്, ഇപ്പം എൻ്റെ മോൾ അമേരിക്കയിലാണ്, അവർക്കിപ്പം രാത്രി സമയമാണ്. എന്നെ ഞാൻ ആത്മാവ് കൊണ്ട് അവളെ ഇവിടെ നിന്ന് കാണുക, ഞാൻ കണ്ടു, എൻ്റെ മനസ്സുകൊണ്ട് കണ്ടു. ഡിഡ് ഐ ഗോ ദേർ? നോ, ഐ ക്യാൻ സീ ഇൻ മൈ സ്പിരിറ്റ് റെലം. അതായത് നമ്മുടെ ചിന്താമണ്ഡലത്തിന് അത്ര ശക്തിയാണ്, നമുക്ക് കാണാൻ സാധിക്കും. അവരെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പം നമ്മുടെ ചിന്തയ്ക്കകത്ത് അവരുടെ വരുന്നത് നമുക്കൊരു കാഴ്ച പോലെയായിട്ട് അതുപോലെയാണ് നമ്മൾ ദൈവത്തെ കാണേണ്ടത്. ദൈവം ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചു, തീർത്തും ചിലപ്പോൾ ഞാൻ ഓഡിബിളായിട്ട് കേൾക്കുന്നുണ്ട്, അല്ലാത്തപ്പോൾ ഞാൻ വേദപുസ്തകം വായിക്കുമ്പോൾ ഇത് എന്നോട് സംസാരിക്കും. ചിലപ്പോൾ എനിക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ ഞാൻ ആയിരിക്കും ഇതിനകത്ത് ഇരുന്ന് ഞാൻ വായിച്ചുകൊണ്ട്, ഇതിനകത്ത് കയറി ഇരുന്ന് ഞാൻ വായിക്കുകയാണെന്ന്. ബിക്കോസ് ഹി ടീച്ചസ്, ആത്മാവ്. 1 യോഹന്നാൻ 2:27 കണ്ട് പറയുന്നുണ്ട്, ഇനി നിങ്ങളെ പഠിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ്, പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുമെന്ന്. വ്യക്തമായിട്ട് പഠിപ്പിക്കും. ഓരോരുത്തരുടെ ലെവലാണ്, ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള വരമാണ്. ആ വാക്യം ഒന്ന് കേൾപ്പിക്കാം, കാരണം ആരോ അത് അറിഞ്ഞാൽ കൊള്ളാമെന്നൊരു ആത്മാവ് തോന്നിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാൻ്റെ ലേഖനമാണ്. ലേഖനത്തിനകത്ത് കർത്താവ് പറയുന്ന ഇതാണ്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പിക്കുന്നില്ല.
വസിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയാലും, അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കയാലും, അത് നിങ്ങളെ ഉപദേശിക്കുന്നത് പോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. യോഹന്നാൻ്റെ ലേഖനത്തിനകത്ത് 2-ാം അധ്യായത്തിൻ്റെ 27 വായിച്ചത്. 27 പറയുന്നത് എന്തുവാണ്? നമ്മളിലൊരു അഭിഷേകം, അനോയിൻറ്റിങ് ആണ്. അഭിഷേകം എന്ന് പറഞ്ഞാൽ ഓയിലിടുക. അപ്പം നമ്മൾ ഓയിലിടുക എന്ന് പറയുമ്പം ചിലർ അഭിഷേകം ഓയിലായിട്ട് ഒഴിക്കും. പക്ഷെ മനസ്സുകൊണ്ട് നമുക്ക് കാണാം നമ്മുടെ മേലേക്ക് ദൈവത്തിൻ്റെ അഭിഷേക തൈലം ഒഴിക്കുന്നത്. അത് 133 പറയുന്നുണ്ട്. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര നല്ലത്. അത് അഹരോൻ്റെ താടിയിൽ കൂടെ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ കൂടി ഒഴുകുന്നതായ വിശേഷ തൈലം നമ്മുടെ മേൽ വീഴുന്നതായിട്ട് നമുക്ക് മനസ്സുകൊണ്ട് കാണാം. ഈ ദൈവം ചെയ്യുന്നതൊക്കെ തൻ്റെ മക്കൾക്ക് വേണ്ടിയല്ലേ? ഞാനിപ്പോൾ എന്തെങ്കിലും എൻ്റെ ഭവനത്തിൽ ഉണ്ടാക്കി വെക്കുന്ന ആദ്യത്തെ എൻ്റെ ചിന്ത മക്കൾക്ക് അത് അനുഭവിക്കണം എന്നല്ലേ. നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും എന്ന് നമ്മുടെ മോൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ അല്ലെ മോനിഷ്ടം, അവളിവിടെ ഉണ്ടായിരുന്നു ചിന്തിക്കൂലേ? അത് തന്നെയല്ലേ ദൈവം, അതിൽ കൂടുതലല്ലേ ദൈവം. അപ്പം ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിക്കുന്ന മക്കളാക്കി നമ്മൾ മാറണം. ചെറുതിലും വലുതിലും ദൈവത്തിന് അഭിഷേകം, ദൈവത്തിൻ്റെ എണ്ണ അല്ലെങ്കിൽ അഭിഷേകം വീണ് കഴിയുമ്പോൾ അത് ദൈവത്തിൻ്റെ പ്രസൻസ് തന്നെയാണ്. അപ്പം ദൈവവചനം അവൻ പഠിപ്പിക്കുമെന്നാണ്. അവനിൽ വസിക്കുവീൻ, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് 27. അതായത് നിങ്ങൾക്ക് അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ച് തരികയാൽ, അവൻ്റെ അഭിഷേകം നിങ്ങൾക്ക് സകലതും ഉപദേശിച്ച് തരികയാലും, അത് ഭോഷ്കല്ല സത്യം തന്നെ ആയിരിക്കാലും, അത് നിങ്ങളെ ഉപദേശിക്കുന്ന പോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. ക്രിസ്തുവിലാണോ നമ്മൾ വസിക്കുന്നത്? അതുകൊണ്ടാണ് 53 പറയുന്നത്, നമുക്ക് വേണ്ടി അവൻ അകൃത്യ യാഗമായി തീർന്നു. അവൻ്റെ പ്രാണനെ, സോളാണ് ആ ലെവല്, പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളഞ്ഞിരിക്കുന്നു. അനേകരുടെ പാപം വഹിച്ച്, നമ്മുടെ പാപം വഹിച്ച് അതിക്രമങ്ങൾക്ക് വേണ്ടി ഇടനിന്നതുകൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യാൽ നമ്മളെ സെറ്റ് ഫ്രീ ചെയ്തു, നമ്മളെ സ്വതന്ത്രരാക്കി. നിങ്ങൾ പൊക്കോ മക്കളെ, ഞാനിത് ഏറ്റെടുക്കുന്നു എന്നാണ് പറയുന്നത്. അത് മേളിൽ നോക്കുമ്പോൾ അതിൻ്റെ ഈ 53 ഏർലി ഭാഗത്ത് പറയുന്നുണ്ട്, അറക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നതിന് മുമ്പ് മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവനെ എന്നിട്ടും പീഡനത്താലും ശിക്ഷാവിധിയാൽ എടുക്കപ്പെട്ടു. ജീവങ്ങളുടെ ദേശത്ത് അവനെ ഛേദിക്കപ്പെട്ടു. 33.5 വയസ്സിൽ ഭൂമിയിൽ നിന്ന് ഛേദിക്കപ്പെടുക ചെയ്തത് നമ്മൾ അനുവദിക്കത്തില്ല. സത്യം എടുക്കാം വളരാൻ. നമ്മളിൽ ആ ഒരു അഴുക്ക് സ്വഭാവമുണ്ട്. നമ്മൾ സത്യം വളർത്താൻ ഒക്കുന്നില്ല. എന്നും പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങൾ നിൽക്കുന്നിടത്ത് നിൻ്റെ വേലി കെട്ടിത്തന്ന്. അതായത് തോട്ടത്തിനൊരു വേലി വേണം, വീടിനൊരു വേലി വേണം, നമ്മുടെ ചിന്തയ്ക്കൊരു വേലി വേണം. ഇതൊക്കെ ആവശ്യമാണ്. കർത്താവ് വളരെ ഭംഗിയായിട്ട് അത് പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കും. സകലതും ചന്തവും ഉചിതവുമായിട്ട് ചെയ്യുന്നൊരു ദൈവാത്മാവ് നമ്മുടെ കൂടെ വന്ന് നിൽക്കുകയാണ്. എടുത്തെടുത്ത് യെശയ്യാ 53 വായിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിരന്തരം ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാനിത് 1 മാസത്തിൽ കൂടി ഇത് തന്നെ എന്നെക്കൊണ്ട് വായിപ്പിച്ചുകൊണ്ടിരിക്കും. ഓൾമോസ്റ്റ് 53 മുഴുവനും കാണാതെ അറിയാൻ നോക്കി പറഞ്ഞു. എന്നാലും ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും അതിൻ്റെ ആഴത്തിലേക്ക് ദൈവം കൊണ്ടുപോകുമ്പം നമ്മുടെ നിന്ന് എന്തൊക്കെയോ ജഡീക സ്വഭാവങ്ങൾ അഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കും അങ്ങനെ സംഭവിക്കട്ടെ. തലമുറകൾക്ക് അനുഗ്രഹം കടന്നു വരട്ടെ. നാഥാ, നീ പറയുന്ന യെശയ്യാ 53 പറയുന്നത്, ഞങ്ങൾ കേൾപ്പിച്ചത് ആരെ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? നിൻ്റെ ഭുജം വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനുകൊണ്ട് ഒരർത്ഥം കർത്താവിൻ്റെ ഭുജം. കർത്താവ് നിന്നെ തന്നെ നീ നഗ്നമാക്കുക ചെയ്തത്. ഭുജമെന്ന് പറയുമ്പം കർത്താവ് പുതിയ നിയമത്തിൽ നിൻ്റെ ഭുജമെന്ന് പറയുന്ന ക്രിസ്തു തന്നെയല്ലേ അപ്പച്ച? ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്ന ഭുജം യേശുവല്ലേ? ആ യേശു പറയുന്നുണ്ട്, നിൻ്റെ വലം കൈ ഭയങ്കര കാര്യങ്ങൾ നിനക്ക് വേണ്ടി കാണിച്ചു തരുന്നു. കർത്താവ് പഴയ നിയമത്തിൽ മോശയുടെ അടുക്കൽ തൻ്റെ ഭുജം കൊണ്ട് മോശയെ കവർ ചെയ്ത് പൊതിഞ്ഞു വെച്ചിട്ട് ദൈവമാരെന്നുള്ളത് പിൻപിലുള്ളത് മുഴുവൻ ഇതുവരെ ചെയ്തതെല്ലാം കാണിച്ചു കൊടുത്തു. അതുപോലെ കർത്താവെ, പാറയുടെ പിളർപ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളെയും തലമുറകളെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും, ഭർത്താക്കന്മാരെ, ഭാര്യമാരെ, മക്കളെ, ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടത്തിലുള്ളവരെല്ലാം അപ്പച്ചൻ സൂക്ഷിച്ച് പാറയ്ക്കകത്ത് പൊതിഞ്ഞു വെച്ചിട്ട് നിന്നെ തന്നെ വെളിപ്പെടുത്തി തരുന്ന വൻ കൃപയ്ക്ക് ഞാൻ കൃപയും കരുണയും മഹാദയും ദീർഘക്ഷമയുമുള്ള ദൈവമെന്ന് പറയുന്നു. ആ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ഏത് പ്രശ്നമാണേലും കൊണ്ടുവന്ന് നിരത്തി വെച്ചിട്ട് യഹോശാഫാത്ത് തൻ്റെ ശത്രുക്കളുടെ അപവാദങ്ങളെ കൊണ്ടുവന്ന് നിവർത്തി വെച്ച് ദൈവത്തോടെ മുമ്പിൽ വിഷാദ ദുഃഖത്തോടെ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് സ്തുതിച്ചപ്പോൾ യുദ്ധം യഹോവ
ഏറ്റെടുത്തതുപോലെ ഞങ്ങളുടെ പല സകല പ്രശ്നങ്ങളും ഞങ്ങളുടെ നിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോൾ യുദ്ധം യഹോവയ്ക്കുള്ളത് എന്ന് യഹോവ തന്നെ തിരിച്ച് ഞങ്ങളോട് പറഞ്ഞ് ദൈവത്തിൻ്റെ പ്രധാന ദൂതൻ ഇറങ്ങി വന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിലെ ബന്ധനങ്ങൾ അഴിച്ചു തന്ന് കുഞ്ഞുങ്ങളെ സ്വതന്ത്രമാക്കി ദൈവത്തിൻ്റെ ആ തോട്ടത്തിനകത്ത് കർത്താവിൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ആദ്യ തൊട്ടവരെ പഠിപ്പിച്ചെടുത്ത് നിനക്ക് യോഗ്യമുള്ള സന്തതികളാക്കി പാത്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നതിന് നന്ദി പറയുന്നു. വചനം അയച്ചോ, വചനം അത് സംഭവിക്കാതെ തിരിച്ചു വരത്തില്ല. വചനത്തിൻ്റെ പൊരുളുകൾ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് ക്രൂശുമരണമേറ്റ ഈ ആ മഹാത്യാഗത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വണങ്ങി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. തലമുറകളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.